അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഹ്മത്തിൻ്റെ 10 ഐതഖും മിനന്നാറിൻ്റെ നരകമോചനത്തിൻ്റെ 10 ലഭിക്കാത്ത ചില ഹതഭാഗ്യരുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് 3 ആമീൻ പറഞ്ഞ ചരിത്രം നമ്മൾ കേട്ടവരാണ്. അതിലൊന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത് മൻ അദ്റക റമളാൻ ഫലം യഗ്ഫിർ ലഹു. ഒരു മനുഷ്യന് റമളാൻ ആഗതമായി റമളാനിലേക്ക് എത്താനുള്ള ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യന് റമളാൻ എത്തിയിട്ട് പോലും അവൻ്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം അള്ളാഹു അവനിൽ നിന്നും വിദൂരമാകട്ടെ എന്നർത്ഥം വരുന്ന ദുആ ചെയ്തപ്പോൾ ആമീൻ പറഞ്ഞത് ഒരു സാധാരണ മനുഷ്യനല്ല, ലോകത്തിൻ്റെ തന്നെ നേതാവ്, നാളെ സ്വർഗത്തിൻ്റെ കവാടം ഇനാഗുറേഷൻ ചെയ്യുന്ന ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, അത് റബ്ബ് സുബ്ഹാനഹു വ തആല തള്ളൂല എന്നുള്ളത് നമുക്ക് ബോധ്യമാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു 10 വഔസതുഹു മഗ്ഫിറ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മഗ്ഫിറത്തിൻ്റെ 10ലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 10 ദിവസം നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി നിശ്ചയിച്ചതാണെങ്കിൽ ഇതിൽ പോലും നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ നമ്മൾ ഇബാദത്തുകളിൽ മുഴുങ്ങാതിരുന്നു കഴിഞ്ഞാൽ, പാപമോചനത്തിന് വേണ്ടി തേടാതിരുന്നു കഴിഞ്ഞാൽ, അലസത ഭാവത്തോടുകൂടെ നടന്നു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നകന്ന് അവൻ്റെ ക്രൂരഭാവത്തിനിരയാകേണ്ടി വരുമെന്നതിൽ സംശയമില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ ഒരു മുഅ്മിനായിട്ടുള്ള മനുഷ്യനുണ്ടാകേണ്ട 3 ക്വാളിറ്റികളുണ്ട്. അതിലേറ്റവും കൂടുതൽ മഹാരഥന്മാർ പഠിപ്പിക്കുന്നത് കാണാം, ഈ 3 ക്വാളിറ്റിയുള്ളൊരു മനുഷ്യന് ഒരിക്കലും ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടില്ല. ഈ ദുനിയാവിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ പെട്ട് പ്രയാസപ്പെടുന്ന എത്രയോ ജനങ്ങളുണ്ട്. ആ പ്രയാസപ്പെടുന്നവർക്കൊക്കെ പരിഹാരമായിട്ടാണ് മഹാരഥന്മാർ പഠിപ്പിക്കുന്നത്. നമ്മുടെ എന്താവശ്യങ്ങളും നിറവേറാനും നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാനൊക്കെ കാരണമാകുന്ന ഈ 3 ക്വാളിറ്റികൾ ഉള്ളവരായിട്ട് നമുക്ക് മാറാൻ കഴിയണം. ഒന്നാമതായിക്കൊണ്ട് മഹാരഥന്മാർ പഠിപ്പിക്കുന്നത് കാണാം, കസ്റത്തുൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നൊരു മനുഷ്യനായിട്ട് നമ്മൾ മാറാൻ നമുക്ക് കഴിയണം. കാരണം ഇസ്തിഗ്ഫാർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്താറുണ്ട്. ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചിന്തിക്കാത്ത നേതാവ് ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അത് തെറ്റ് ചെയ്തതിൻ്റെ കാരണം കൊണ്ടല്ല, അതൊരു ശുക്റാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ച് റബ്ബിന് നൽകിയ ശുക്റാണെങ്കിൽ, തെറ്റൊരുപാട് ജീവിതത്തിൽ സംഭവിച്ച, ഒരുപാട് ഹറാമുകൾ ജീവിതത്തിൽ കണ്ട കണ്ണുകളാണ് നമ്മുടെ കണ്ണുകൾ. ഹറാം ഒരുപാട് കേട്ടവരാണ് നമ്മൾ, ഹറാമിലേക്ക് ഒരുപാട് നടന്നവരാണ്. ആ റബ്ബൊരിക്കലും നമ്മളെ ഹറാമ് കണ്ടതിൻ്റെ പേരിൽ നമ്മുടെ കാഴ്ച ശക്തി തിരിച്ചെടുത്തിട്ടില്ല, നമ്മുടെ കേൾവിയുടെ ശക്തി റബ്ബ് തിരിച്ചെടുത്തിട്ടില്ല. അത്രമാത്രം നമ്മെ സ്നേഹിച്ച റബ്ബ് ഒന്ന് തൗബ ചെയ്യാൻ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് ഈ മഗ്ഫിറത്തിൻ്റെ 10 ഉപയോഗപ്പെടുത്താൻ പറയുന്ന സമയത്ത് പോലും നമ്മുടെ മനസ്സിനൊരു ചാഞ്ചാട്ടവുമില്ലെങ്കിൽ നമ്മൾ എത്ര നന്ദി കെട്ടവരാണ്. ഈ റമളാൻ മാസത്തിൽ ഈ മഗ്ഫിറത്തിൻ്റെ 10 അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന പ്രാർത്ഥന കൊണ്ട് നമ്മൾ സജീവമാകണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ ഈ റമളാനിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമതായിക്കൊണ്ട് മഹാരഥന്മാർ പഠിപ്പിക്കുന്നത്, അത്താഴ സമയത്ത് നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട്. ആ അത്താഴ സമയത്ത് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് റബ്ബിനോട് നമ്മുടെ വേവലാതി പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബൊരിക്കലും തട്ടിക്കളയില്ല. കൂടുതൽ ഇജാബത്തുള്ള ഈ മാസത്തിൽ, കൂടുതൽ ഇജാബത്തുള്ള ഒരു നേരത്ത്, സമയത്ത്, അർദ്ധരാത്രിയിൽ അത്താഴത്തിൻ്റെ സമയത്തിന് ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന ദുആ ഒരിക്കലും റബ്ബ് തൊട്ടൂല, തീർച്ച. മൂന്നാമതായിക്കൊണ്ട് മഹാരഥന്മാർ പഠിപ്പിക്കുന്നു, ഈ റമളാൻ മാസത്തിൽ സ്വതക്കകൾ അധികരിപ്പിക്കുന്നവർ, ഹദിയ അധികരിപ്പിക്കുന്നവർ, ഒരു സാധുവായിട്ടുള്ളൊരു മനുഷ്യന്
പഠിപ്പിച്ചതല്ലേ? ഒന്നുമില്ല നബിയെ, സമ്പന്നരൊക്കെ അവരുടെ കയ്യിലുള്ളതൊക്കെ കൊടുത്ത് കൂലി സമ്പാദിക്കുന്ന സമയത്ത് ഒന്നുമില്ലാത്ത ഞങ്ങൾ എന്തു ചെയ്യും നബിയെ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, സ്വഹാബ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ബേജാറാകേണ്ടതില്ല. സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കാൻ സമ്പത്തുണ്ടാവണമെന്ന് മാത്രമില്ല. നിങ്ങളൊന്ന് പുഞ്ചിരിക്കുക. സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണ്. നല്ലൊരു വാക്ക് പറയുന്നത് ധർമ്മത്തിന് തുല്യമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. തിന്മയെ വിരോധിക്കുന്നത് ധർമ്മത്തിന്റെ തുല്യമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾക്ക് കൊടുക്കുന്ന ഓഫറാണ്. ആ ഓഫർ നമുക്കും ഉണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ ദിനരാത്രങ്ങൾ തീരുന്ന സമയത്ത് നമുക്കും ഒരുപാട് സ്വതക്കകൾ ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ നമുക്ക് കഴിയും. ഇല്ലാത്ത ദാരിദ്ര്യാവസ്ഥയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അതിൽ നിന്നൊരു